പോലീസാണ് പറയേണ്ടത്, ഞാനല്ല. ഞാൻ അയാളുടെ വക്കീലായി ജോലി ചെയ്ത ആള്, ഇപ്പോഴും അയാളുടെ വക്കാലത്ത് ഹോൾഡ് ചെയ്യുന്ന ആള്. എല്ലാവരും എന്നെ പ്രഷറൈസ് ചെയ്ത് എന്റെ കക്ഷിയെ തള്ളി പറയാൻ പറഞ്ഞ് എനിക്ക് പറയാൻ കഴിയില്ല. അതെന്റെ പ്രൊഫഷണൽ ധർമ്മമാണ്. അയാൾ എന്റെ കക്ഷിയായിരിക്കുന്ന കാലത്തോളം ഞാൻ കക്ഷിയെ തള്ളി പറയുന്നത് ശരിയല്ല. കക്ഷിയല്ലാത്തൊരു കാലമുണ്ടായാൽ എനിക്ക് ഉത്തരം പറയേണ്ടിയും വരില്ല. അത് കണക്ക് നോക്കണം. കണക്ക് നോക്കിയേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്ത വർക്കിന്റെ മുഴുവൻ കണക്ക് നോക്കണം. എന്നെ പറ്റിച്ചിട്ടില്ല, എന്നോട് സിൻസിയർ ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ക്രൈംബ്രാഞ്ചിനെയാണ് പ്രതീക്ഷിച്ചത്. വന്നത് ED ആണ്. ED വന്നത് എനിക്ക് വലിയ അത്ഭുതമാണ്. അതേക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ അതിനുശേഷം എഗ്രിമെന്റുകൾ എന്തെങ്കിലും PSIയുമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ അവസാനമായിരിക്കും. ഞാൻ 30/9 വരെയാണ്, ഞാൻ കണക്ക് നോക്കുമ്പോൾ 30/9 വരെയാണ് ഞാൻ കരാറുകൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. 30/9 ശേഷം കരാറുകൾ വെച്ച് കാണുന്നില്ല, എന്റെ ഓർമ്മയിലില്ല, എന്റെ ഡയറിയിലുമില്ല. അതാണ് അവസ്ഥ. പോലീസ് സ്റ്റേഷനിൽ ക്രൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളെ പ്രതിയാകുന്നു, ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ഈ ഘട്ടത്തിലും അയാൾ ചെയ്തൊരു തട്ടിപ്പാണെന്നുള്ളത്